ഇവൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കൊടുത്തപ്പോ ഓൾക്ക് അഹങ്കാരം എനിക്കെന്താ അറിയില്ല. ഒന്നുകൂടി പറ. ഒറ്റ പ്രാവശ്യം എനിക്ക് വേണ്ട, ഞാൻ പോവാണ്. ഇജെന്നോട് പറഞ്ഞോട്ടേക്കിരുന്നാണ്ട് ഒന്നുകൂടി പറ. പുല്ലും തിന്നും. നല്ല പറഞ്ഞോട്ടോ. എന്നും ഞാനതാ പൊട്ടമാല മാതിരി സിമ്പിൾ ആയിട്ട് ഹമ്പിൾ ആക്കലാണ്. ഇപ്രാവശ്യം ഞാൻ കുടുക്കളാക്കിയതാണ്. എനിക്ക് കുടുക്ക ഞാൻ കാണിച്ചരാ. ഇത് കുപ്പായുണ്ട് കുടുക്കിന്റെ ട്ടാ. കക്കട കുട്ടി കൂടെ കട്ടിക്ക. ഇവളെ ചെവി മറ്റേ ചെവിയാണ്, അതിലിരിക്കൂല. അപ്പൊ ഞാൻ ചോദിച്ചാൻ പോട്ടെ ഗൈസ്. സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ചോദിക്കണേ. ഓക്കെ ഓക്കെ അല്ലേ? ചക്കക്കുരുട്ടാ. സിമ്പിളാണ്. ചക്കക്കുരു ഫസ്റ്റ് ലെറ്റർ എന്താ? ഇതിപ്പോ ഫൗളാണ് മോനെ. അങ്ങനെ ഞാൻ പറഞ്ഞേ. ച സ സ ത സ സ അല്ലേ? ചക്കക്കുരു പറഞ്ഞ ശരിയാണ്. സ അല്ലേ? ചക്കക്കുരു. ഗൈസ് ഇവള് നല്ല റിസ്ക് ഉള്ള എന്നോട് ചോദിക്കണത്, പക്ഷെ ഞാൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ ചോദിക്കാൻ പോണ എന്താ അറിയോ? ഇവളെ വായല് കറക്റ്റ് വേർഡ് ഇങ്ങോട്ട് കിട്ടണില്ല. മനസ്സിലാവണില്ല. മനസ്സിലാവണില്ല. ആൾക്കാരൊക്കെ കേൾക്കും. ഗൈസ് ഇത് അടിയിൽ ഒരു പേരക്കാരുണ്ട്. ഇതിനോട് അലറാണ് കിടന്നിട്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾ മെല്ലെ പറഞ്ഞാൽ മതിട്ടാ, എനിക്ക് കേൾക്കുന്ന രൂപത്തിലെ മനസ്സിലാവണ്ട. ഞാൻ അവരോട് പറയട്ടെ ഗൈസ്. ഞാൻ പറയാൻ പോണത് എന്താ, ഗതി കെട്ടാൽ കൈത കാലും പിടിക്കും. ഗതി കെട്ടാൽ കൈത കാലും പിടിക്കും. ഓക്കെ, അതന്നെയല്ലേ. ഒരു കാര്യം ചെയ്യേ, ഒരു പുസ്തകം എടുത്തിടുന്നാണ്ട് ആ പുസ്തകത്തിന്റെ ഒരു പേര് ഫുള്ള് വായിച്ചിട്ട് അതിരുന്ന് പറഞ്ഞോ. ഒരു ചെറിയ വേർഡ് പറഞ്ഞോക്കാം. ചെറിയ വേർഡ് പറഞ്ഞോക്കാം. പാട്ട് നല്ല സ്ട്രോങ് ഉണ്ടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കല്ലേ. മെല്ലെ പറ. നിങ്ങളെ സൗണ്ടിൽ പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ കേൾക്കും. ചെറിയ വേർഡ് പറയില്ല. ചെറിയ വേർഡ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ സെന്റൻസ് മനസ്സിൽ കുറിച്ച് വെച്ചോ. ഇവിടെ പുസ്തകം വായിച്ചിട്ട് മാതിരിയാണ് ഗൈസ്. ഇതൊക്കെ ഫൗള് കളിയാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. ഓക്കെ, കുറച്ചും ഇത് ഏത് ഫസ്റ്റത്തെ അക്ഷരം പറഞ്ഞിട്ട്? ഫസ്റ്റത്തെ അക്ഷരം. ഫസ്റ്റത്തെ അക്ഷരം പറ. നല്ല പോലെ പറ, കേക്കണിയ. കേക്കാതിരിക്കാന്നല്ലേ ഈ പറയണത്. കായല്ല. ഇജ്ജ് നാവ് അണക്കണ് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ നമുക്ക് മനസ്സിലാണോ? നോക്കി അങ്ങനെയാണ് പറഞ്ഞത്. കേട്ടങ്ങളെ, നിങ്ങൾ കേട്ടോ? അതില് പരസ്യം വന്നിക്കണല്ലോ. കേട്ടിട്ടിയാ? കേട്ടാ? ഇത് അക്ഷരം കാന്നാ. ഞാൻ ഒഴിച്ച്. ഗതി കെട്ടാൽ കൈത കാലും പിടിക്കും. ഇത്ര സിമ്പിൾ ആയിട്ട് ഞാൻ തന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കാം ഗൈസ്. ഞാനാട്ടോ ചോദിക്കാൻ പോണത്. ഓക്കെ, ഞാൻ ചോദിച്ചാൻ പോണത് ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഓൾ എനിക്കൊരു പണി വെച്ചെന്നല്ല, ഞാൻ അങ്ങോട്ടും വെച്ചുകൊടുക്കാം. ഓക്കെ ഗൈസ്, റെഡിയാണോ?
ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. അല്ല അല്ല പിന്നെന്താ പറ. ഗതി കെട്ടാലുണ്ട് ഫുള്ള് ഞാൻ പറഞ്ഞ അതേമാതിരി പറയണം. ഗതി കെട്ടാൽ കൈത പുല്ലും തിന്നോ. ഗതി കെട്ടാൽ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നു ഞാൻ പറഞ്ഞത്. ഓള് കൈതാന്ന് പറഞ്ഞത് അപ്പൊ അത് കൂട്ടൂലല്ലോ. ഒന്നുകൂടി പറ. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. മനസ്സിലാവും. ഞാൻ കറക്റ്റ് ലിപ്പോണ്ട് കാണിച്ചു കൊടുക്കണേ. ഇവളിങ്ങനെ ഞാൻ ചോദിച്ചെന്താ ഗതി കെട്ട കൈത കാല് മുടിക്കുന്നു. അതിനോട് സാമ്യം മാറ്റന്നെ ഗതി കെട്ടാല്. ഞാനും ഒന്നും കൂടി നിങ്ങളോടെ അങ്ങനെ അപ്പൊ ഞാനൊന്നും കൂടി ഉണ്ടാവുമല്ലോ. വെക്ക് ഇത് സിമ്പിൾ ആയിട്ടാ ഞാൻ ചോദിച്ചത് കേട്ടോ. അതെങ്കിലും ചോദിക്ക സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ കേക്കണ്ട ഈ പാട്ട് വന്ന ഇതിനിടയിൽ പാട്ടൊക്കെ മാറ്റിയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ ചോദിക്കാൻ പോണത് സൗണ്ടൊക്കെ കൂട്ടട്ടാ അതിൽ കേൾക്കണേ ഞങ്ങൾക്ക്. അപ്പൊ ഗൈസ് ഞാൻ ചോദിക്കാൻ പോണത് കുണ്ടും കുഴിയും. ഓക്കെ കേക്കണ അടിയില് നോക്ക് തൊള്ളിക്കൊക്കെ. ഗൈസ് ഞാൻ ചോദിക്കാൻ പോണത് കുണ്ടും കുഴിയും. ഓക്കെ ഇത് ഇപ്പൊ കനക്കിര പറഞ്ഞിട്ടാ. ഇങ്ങനെ പോലെ ഇങ്ങനെ ആക്കണേ കഴിച്ച് നല്ല പോലെ അങ്ങോട്ട് പറയാൻ പറ്റോൾക്ക്. നോക്ക് ഉരുളും ഉരുളും ഉരുളിയും ഉരുളും. മനസ്സിലായ കൂന കുരുളി കുരുളിയല്ല ഊന്നാണോ കൂന്നാണോ? കൂ ഇനി പറഞ്ഞല്ലേട്ടാ. കുരുളും ഒയിച്ച എനിക്ക് വേണ്ട ഞാൻ പോവാണ്. ഇജെന്നോട് പറഞ്ഞ ഒറ്റക്ക് ഇരുന്നാണ്ട് അല്ല ഇജെന്ത് പറഞ്ഞത്? അത് അങ്ങനൊരു സംഭവമാണ്. പിന്നെ അതിന് ഞാനിങ്ങനെ ഞാൻ ഒഴിച്ച് കുണ്ടും കുഴിയും. കുണ്ടും കുഴിയും പിന്നെ ഞാൻ എങ്ങനെ പറയട്ടെ ഇങ്ങനെ പറഞ്ഞോ കുണ്ടും കുഴിയും. ഇത് പിടിച്ച് ഞങ്ങക്ക് കാണിച്ചു തരാം. ഉണ്ട് പിന്നെ ഇന്റത് പിന്നെ പറയോ ഇത്രയും സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് മനസ്സിലായില്ല. ഇത് വെക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് വെക്ക്. അലർന്നത് നമ്മളെ പേരല്ലട്ടാ, നമ്മളെ പേരല്ല. ഞാൻ ചോദിച്ചാൽ പോണത് എന്താ അറിയോ? പാടത്ത് പടവലം. ഓക്കെ പാടത്ത് പടവലം. ഇത് കേട്ടാ അന്റെ ഞാൻ ചോദിച്ചാൻ പോണത് എന്താന്ന് അറിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഗൈസ്. അപ്പുട്ടൻ തേങ്ങട്ടു സാവിത്രി അരച്ചു എന്നാട്ടോ. ഞാൻ വിട്ടിരിക്കെ നിന്റെ ഉള്ളിലേക്ക് കയറല്ലേ? ഗൈസ്
അങ്ങനത്തെ ഇജ്ജും പറയില്ലേ അങ്ങനത്തെ ഇജ്ജും പറയില്ല ഇത് അങ്ങനെയാണ് അങ്ങനത്തെ വാക്കാണ് എന്താണ് മുറ്റത്തെ ശവം പാട്ട് മാറി കുണ്ടിതമേ അങ്ങനെ ആക്കല്ല ഇത് കേക്കുണ്ട് എനിക്ക് പാട്ട് കേക്കണം 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 പാട്ട് നല്ല നേരെ കേൾക്കണം തേച്ചു ഒഴിച്ച ചാണകം തേച്ചു ഒഴിച്ചിട്ട് എനിക്ക് കൊറേ ടൈം ഉണ്ടാ മൂവാണ് ഇവൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കൊടുത്തപ്പോ ഓൾക്ക് അഹങ്കാരം എനിക്കെന്താ അറിയില്ല ഒന്നുകൂടി പറ ഒറ്റ പ്രാവശ്യം തേച്ചു അത് ഫൗളാട്ടാ തേച്ചു ഇല്ലേ നിങ്ങൾ എന്നെപ്പോഴാട്ടെ പാട്ട് നീക്കിക്കോ ഒഴിച്ചു 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 അപ്പുട്ടൻ തേങ്ങട്ട് സാവിത്രി അരച്ചു ഞാൻ അതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പുട്ടൻ തന്നെ പറഞ്ഞോ ഇജു അങ്ങനെ തന്നെയാണ് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞ നിങ്ങൾ ആ പറഞ്ഞില്ല പുട്ടൻ ഞാൻ അങ്ങനെ കുണ്ടിയൻ ആ കഴിഞ്ഞിട്ട് പൂ വരില്ലേ ആദ്യം പറഞ്ഞത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്നല്ലേ അല്ല അല്ല ഞാൻ വീഡിയോ ചെക്ക് ചെയ്യും ആയിക്കോട്ടെ വീഡിയോ ചെക്ക് ചെയ്തോ ഞാൻ ഇവരോട് എന്താ ചോദിച്ചിരിക്കുന്നത് അതന്നെ അപ്പുട്ടൻ തേങ്ങ സാവിത്രി അരച്ചു അരച്ചു മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്നല്ല അല്ല ഇതിലുണ്ടാവൂലോ എന്താ അപ്പൊ ഗൈസ് എന്താ ഞാനാ ജയിച്ചിരിക്കണത് ആയിക്കോട്ടെ ഓള് ജയിച്ചോട്ടെ ഒരു പ്രാവശ്യം ഞാൻ ജയിച്ചില്ല അത് മതി ഗൈസ് എപ്പോ ഇപ്പോ ഞാനാ ആയിക്കോട്ടെ ജയിച്ചു സമ്മതിച്ചു പ്ലീസ് പ്ലീസ് ഫൗള് കാണിച്ചാണ് കാരണം ലാസ്റ്റ് ഒരു ഫൗള് ഞങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്താല് ഞാൻ പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറഞ്ഞിരിക്കണേ എന്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നുള്ളത് ഞാൻ അതിൽ പക്ഷെ എന്നോട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞത് അപ്പൊ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഫസ്റ്റ് പറഞ്ഞത് മാത്രം എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇവള് നല്ല ഇങ്ങനെ ആക്കിയാണ് പറഞ്ഞത് അപ്പൊ ഗൈസ് ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ എന്താണ് ഹെഡ്ഫോൺ ചലഞ്ച് നമ്മള് ചലഞ്ചിന്റെ നെയിം മാറ്റിയിട്ട വിസ്പർ ചലഞ്ച് വേണ്ട ഹെഡ്ഫോൺ ചലഞ്ച് ഒരു ഇത് സാമ്യമില്ലാത്തൊരു പേര് ഒരു കാര്യത്തിന് ഹെഡ്ഫോൺ ചലഞ്ച് അപ്പൊ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ബെൽ ബട്ടൺ എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അടുത്ത വീഡിയോ ഇതിനെക്കാട്ടി ഉഷാറായിട്ട് വരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ